ജോസി ബാബുരങ്ങൾ നൽകുന്നു. ജോസി, കോൺഗ്രസ് പ്രതിഷേധം തുടരുകയാണ്. ശക്തമായ പോലീസ് സുരക്ഷ കാണാൻ കഴിയുന്നു. ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനൊരുങ്ങുകയാണോ പോലീസ്? ദിവ്യ, പ്രതിഷേധ മാർച്ചിന് ശേഷം പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് MP ഫ്രാൻസിസ് ജോർജ് മടങ്ങിയതിന് പിന്നാലെയാണ് സംഘർഷത്തിലേക്ക് മാർച്ച് നീങ്ങിയത്. പോലീസ് ബാരിക്കേഡ് മറികടക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പിന്നീട് ബാരിക്കേഡ് മറികടന്ന് അകത്തെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. പോലീസ് നേരിയ തോതിൽ ലാത്തി വീശുകയും ചെയ്തു. പലർക്കും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പോലീസ് പ്രവർത്തകരോട് പിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടു. ഇപ്പോൾ പിരിഞ്ഞു പോകാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് ബലമായി ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. SP ഓഫീസിലേക്ക് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് അസംബ്ലി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. കളക്ടറേറ്റിന് സമീപത്ത് 200 മീറ്റർ പുറത്ത് വെച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് ഈ പ്രതിഷേധ മാർച്ച് തടഞ്ഞു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സംഘർഷങ്ങളിലേക്കും ജലപീരങ്കി പ്രയോഗത്തിലേക്കും ലാത്തി വീശുന്നതിലേക്കുമൊക്കെയും കാര്യങ്ങൾ നീണ്ടത്. എന്തായാലും യൂത്ത് കോൺഗ്രസ് നേതാക്കളായ വൈശാഖ്, രാഹുൽ മറിയപ്പള്ളി, ചിന്തു കുര്യൻ അടക്കമുള്ള ആളുകളെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. പോലീസിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം പ്രതിഷേധ മാർച്ച് കണക്കിലെടുത്ത് ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പോലീസ് ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും അതിന് പലരും പ്രതിഷേധിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ബലമായി ജില്ലാ പഞ്ചായത്ത് മെമ്പറും യൂത്ത് കോൺഗ്രസ് അസംബ്ലി മണ്ഡലം പ്രസിഡന്റുമായ വൈശാഖിനെ അടക്കമുള്ളവരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതായി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എന്തായാലും ഇപ്പോഴും കുറെ പ്രവർത്തകർ ഇവിടെ നിന്നും പിൻവാങ്ങാൻ തയ്യാറാകാതെ ഈ ജലപീരങ്കി വാഹനത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാനുള്ള ശ്രമമാണ്. അവരെയും പോലീസ് എടുത്തുയർത്തി മാറ്റി അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യെസ്, പ്രതിഷേധം ശക്തമായതിന് പിന്നാലെയാണ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോട്ടയം SP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡുകൾ മറിച്ചിടാൻ ശ്രമിച്ചതിന് പിന്നാലെ പോലീസ് ജലപീരങ്കി അടക്കം പ്രയോഗിച്ചത്. പക്ഷേ അതിന് പിന്നാലെയും പ്രതിഷേധം ശക്തമായതോടെയാണ് പോലീസ് ഇടപെട്ടത്. ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ശക്തമായ പ്രതിഷേധമാണ് കോട്ടയം SP ഓഫീസിലേക്ക്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധിച്ചത്. പോലീസ് ഇപ്പോൾ ഓരോ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്.